തണ്ണിമത്തൻ എപ്പോൾ എങ്ങനെ വിഷമായി മാറുന്നു? വിപണിയിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ സൈലന്റ് കില്ലർ ആരാണ്? അമേരിക്കയിൽ നടത്തിയ പഠനങ്ങൾ പ്രകാരം മുറിച്ചുവെച്ച തണ്ണിമത്തനിൽ സാൽമോണല്ല, ലിസ്റ്റീരിയ തുടങ്ങിയ ബാക്ടീരിയകൾ വളരെ വേഗത്തിൽ വളരുന്നു. സാധാരണ താപനിലയിൽ മുറിച്ചുവെച്ച തണ്ണിമത്തൻ 2 മണിക്കൂറിൽ കൂടുതൽ വയ്ക്കാൻ പാടുള്ളതല്ല. 2018-19 എല്ലാം പല രാജ്യങ്ങളിലും തണ്ണിമത്തനിൽ നിന്നുള്ള ബാക്ടീരിയ ബാധകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തണ്ണിമത്തന് കൂടുതൽ ചുവപ്പ് നിറം കിട്ടാൻ നൈട്രേറ്റ് ലവണങ്ങൾ ഇഞ്ചക്ട് ചെയ്യുന്നുമുണ്ട്. ഈ നൈട്രേറ്റ് ലവണങ്ങൾ ശരീരത്തിലെത്തിയാൽ വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. തണ്ണിമത്തൻ കഴിച്ച ശേഷം എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണാൻ ശ്രമിക്കുക. കഠിനമായ വയറുവേദന, പേശീവേദന, ഛർദി, വയറിളക്കം, കഠിനമായ പനി, തലകറക്കം, അമിതമായ തളർച്ച എന്നിവയാണത്. ഏത് ഭക്ഷണവും ശുദ്ധമാണെന്ന് ഉറപ്പുവരുത്തി മാത്രം കഴിക്കുക. ശ്രദ്ധിച്ചാൽ നമുക്ക് സുരക്ഷിതമായിരിക്കാം. ഭയപ്പെടുകയല്ല, ജാഗ്രതയാണ് വേണ്ടത്. നമുക്ക് എങ്ങനെ തണ്ണിമത്തൻ സുരക്ഷിതമായി കഴിക്കാമെന്നാണ് പറയാൻ പോകുന്നത്. ഒന്നാമതായി, കടകളിൽ നേരത്തെ മുറിച്ചു വച്ചിരിക്കുന്ന തണ്ണിമത്തൻ വാങ്ങിക്കാതിരിക്കുക. രണ്ടാമതായി, പുറത്തെ തൊലിയിൽ ബാക്ടീരിയകൾ ഉള്ളതുകൊണ്ട് മുറിക്കുന്നതിന് മുൻപ് തണ്ണിമത്തൻ നന്നായി കഴുകുക. മൂന്നാമതായി, മുറിക്കുമ്പോൾ ഉള്ളിൽ വിള്ളൽ പോലുള്ളവ കാണുകയാണെങ്കിൽ അത് ഒഴിവാക്കുക. നാലാമതായി, മുറിച്ച ഉടനെ കഴിക്കാൻ ശ്രമിക്കുക. ബാക്കി വരികയാണെങ്കിൽ ഫ്രിഡ്ജിൽ അടച്ചു വെച്ച് സൂക്ഷിക്കുക. അഞ്ചാമതായി, അമിതമായി കടും ചുവപ്പ് നിറം ഉള്ള തണ്ണിമത്തൻ ഒഴിവാക്കുക. ആറാമതായി, വഴുവഴുപ്പ്, പുളിച്ച മണം എന്നിവ ഉണ്ടെങ്കിൽ പൂർണ്ണമായും ഒഴിവാക്കുക.